നമസ്കാരം. ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രവാസികൾ ജോലി ചെയ്യുന്ന രാജ്യം UAE ആണ്. ഏകദേശം 38 ലക്ഷത്തോളം ഇന്ത്യക്കാർ UAEയിൽ മാത്രം ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനി മറ്റിടങ്ങളിലേക്ക് വന്നാൽ 25.9 ലക്ഷവുമായി സൗദി അറേബ്യയും 10.2 ലക്ഷവുമായി കുവൈറ്റുമാണ് പട്ടികയിൽ 2ഉം 3ഉം സ്ഥാനങ്ങളിൽ വരുന്നത്. 5ാം സ്ഥാനത്തുള്ളത് ഖത്തറാണ്. ഖത്തറിൽ 7.7 ലക്ഷം ഇന്ത്യക്കാരാണുള്ളത്. ഇനി അടുത്തത് ഒമാനാണ്. ഒമാനിൽ 7.4 ലക്ഷം പേരാണുള്ളത്. നിലവിൽ ഒമാൻ 6ാം സ്ഥാനത്താണ്. ജോലി തേടി പോകുന്നവർക്ക് പുറമെ നിരവധി ആളുകൾ ഗൾഫ് മേഖലയിലേക്ക്, പ്രത്യേകിച്ച് UAEയിലേക്ക് വിനോദസഞ്ചാരത്തിനായും പോകുന്നുണ്ട്. UAEക്ക് പുറത്തുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ടൂറിസം മേഖലയിൽ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്നുൾപ്പെടെ വലിയ ഒഴുക്ക് ഇവിടങ്ങളിലേക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഒമാനിൽ നിന്നും ഇതിന് വ്യത്യസ്തമായ ചില കണക്കുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയിൽ നിന്നും മാത്രം ഒമാനിലേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തിയവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ അടുത്തിടെ വലിയ പ്രചാരം നേടിയ രാജ്യമാണ് ഒമാൻ. മുൻ വർഷത്തെ റെക്കോർഡ് തകർത്തുകൊണ്ട് ഈ വർഷം ഇന്ത്യയിൽ നിന്ന് 7 ലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ എത്തുമെന്നാണ് ഒമാൻ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. 2023-ൽ 6 ലക്ഷത്തിലധികം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഒമാൻ സന്ദർശിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അന്ന് വരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന സംഖ്യയായിരുന്നു ഇതെന്ന് എടുത്തു പറയണം. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വ്യത്യസ്തമായ ഭൂപ്രകൃതിയുള്ള രാജ്യമാണ് ഒമാൻ. രാജ്യത്തെ ഇന്ത്യൻ പ്രവാസി സമൂഹവും ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെയും വർധനവിന് ഇതൊരു പ്രധാന കാരണമായി പറയുന്നുണ്ട്. ഇന്ത്യക്ക് പുറമെ അയൽ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സന്ദർശനത്തിനും 2024-ൽ വലിയ രീതിയിലുള്ള വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസം മേഖലയിലെ വികസനത്തിനായി ഒമാനിലെ ഭരണാധികാരികൾ വലിയ തോതിൽ പണം ചെലവഴിക്കുന്നുണ്ടെന്നാണ് വിവരം. ഇത് ശരിവെക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഒമാൻ എക്രോസ് ദ ഏജസ് മ്യൂസിയം, മുസന്ദാമിലെ ലോങ്സ്റ്റ് സിപ്പ് ലൈൻ, ജബൽ അഖറിലെ അഡ്വഞ്ചർ പാർക്ക്, മസ്കറ്റിലെ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ തുടങ്ങിയ പദ്ധതികൾക്കായി ഒമാൻ വൻ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. വിനോദസഞ്ചാര മേഖല വർഷം മുഴുവൻ സജീവമാണെങ്കിലും ഒക്ടോബറിനും മാർച്ചിനും ഇടയിലാണ് രാജ്യം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമെന്നാണ് പറയുന്നത്. കോവിഡ് കാലത്ത് ഒമാനിൽ വിനോദസഞ്ചാരത്തിൽ വലിയ ഇടിവ് വന്നിരുന്നു. എന്നാൽ കോവിഡ് വ്യാപന ഭീഷണി ഇല്ലാതായതോടെ ഒമാനിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ടൂറിസം കേന്ദ്രങ്ങളിൽ ജനത്തിരക്കായതോടെ റെസ്റ്റോറന്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, കഫേകൾ എന്നിവിടങ്ങളിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബീച്ചുകൾ, ഗുഹകൾ, കോട്ടകൾ, മരുഭൂമികൾ, അരുവികൾ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ നിരവധി പേരാണ് എത്തുന്നത്. ടൂറിസം ഒരു നല്ല വരുമാന മാർഗം തന്നെയാണ്. മിക്ക രാജ്യങ്ങളും ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വിനോദസഞ്ചാര മേഖല വികസിക്കുന്നത് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ മുതൽക്കൂട്ടാകും. ടൂറിസം മേഖല വികസിക്കുന്നതിനൊപ്പം രാജ്യത്തെ മറ്റു മേഖലകൾ കൂടി വികസിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.